ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ചക്കക്കൂഞ്ഞിൽ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി. ഉണക്കമീൻ ചമ്മന്തി ആണെന്നേ ഇത് കൂട്ടുന്ന ആരും പറയൂ. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചക്കക്കൂഞ്ഞിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അല്പം കനം കുറച്ച് അരിയണം. നമുക്കിനി ഇത് ഉപ്പിലിടാനുള്ളതാണ്. അപ്പം ഉപ്പൊക്കെ പിടിക്കേണ്ട, അതുകൊണ്ട് ഒരുപാട് കനം പാടില്ല. ചക്കക്കൂഞ്ഞിൽ വെച്ചിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു വിഭവം നിങ്ങൾ ഉണ്ടാക്കി കാണില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൻ കൂട്ടാത്തവർക്കും കൂട്ടുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാം. നമ്മുടെ ചക്കക്കൂഞ്ഞിൽ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കല്ലുപ്പാണേ. ഇത്രയും ചക്കക്കുഞ്ഞിലുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പിലിടണം. അതിനായിട്ട് ഇവിടെ ഒരു ചില്ല് കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് വട്ടം ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുഞ്ഞിലിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 4 ദിവസം വരെ ഇങ്ങനെ ഉപ്പിൽ കിടക്കണം. എങ്കിലേ കൂഞ്ഞിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. 4 ദിവസം കഴിഞ്ഞു. നമ്മുടെ ചക്കക്കുഞ്ഞിൽ റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതായത് വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞ് വെള്ളമില്ലാതെ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുഞ്ഞിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ഒരുപാട് കുടിച്ചിട്ടില്ല. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായിട്ട് നമ്മളിവിടെ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 ചുവന്നുള്ളി, കാന്താരിമുളക് എരിവിനനുസരിച്ച്, അല്ലെങ്കിൽ പച്ചമുളക്, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുഞ്ഞിൽ, ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ആദ്യമായിട്ട് കാന്താരിമുളക് ഒന്ന് ചതച്ചെടുക്കാം. പിന്നീട് വറുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുഞ്ഞിൽ, തേങ്ങ, ഉള്ളി ഇങ്ങനെ ലെയറായിട്ട് വെച്ച് നമുക്ക് ഇടിച്ചെടുക്കാം. കാരണം ചക്കക്കുഞ്ഞിൽ ഒരുപാട് ഉപ്പുള്ളതുകൊണ്ട് ആ ഉപ്പൊക്കെ തേങ്ങയ്ക്കകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ചിടിക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഉപ്പ് എത്തിക്കോളും. നമ്മളിവിടെ കൂടുതൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ആ കൂഞ്ഞിലിനകത്ത് തന്നെ ഉണ്ട്. ഇനി ഇടിച്ചു കൊടുക്കാം. ഉണക്കമീനൊക്കെ ഇടിക്കില്ലേ, അതുപോലെ തന്നെ. എല്ലാവരും ഇങ്ങനെ ഒരു ചമ്മന്തി വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിനായി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.